ഹായ് എല്ലാവർക്കും പോളിടെക്നിക് അലേർട്സ് മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ പോളിടെക്നിക്കിലെ 42ഓളം കോഴ്സുകളുണ്ട്. അതിൽ ഗേൾസിന് എടുക്കാൻ പറ്റുന്ന കോഴ്സുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഗേൾസിന് ഏത് കോഴ്സ് വേണമെങ്കിലും എടുക്കാം. ഒരുപാട് പേര് ഗേൾസിന് എടുക്കാൻ പറ്റുന്ന കോഴ്സ് ഏതാ പഠിക്കാൻ പറ്റുകയെന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് മാത്രം നമ്മളൊരു വീഡിയോ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഏത് കോഴ്സ് വേണമെങ്കിലും പഠിക്കാം. 42 കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റാണ് നിങ്ങൾ ഏത് കോഴ്സ് പഠിക്കണം, ഏത് കോഴ്സ് പഠിച്ചിറങ്ങണം, അല്ലെങ്കിൽ ഏത് പഠിക്കാൻ പാടില്ല എന്നൊക്കെ തീരുമാനിക്കാൻ നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റാണ്. അപ്പോൾ എനിക്ക് തോന്നിയ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന എനിക്ക് തോന്നിയ കുറച്ച് കോഴ്സുകളാണ്. ആ ഒരു കോഴ്സുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ പോളിടെക്നിക്കായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, പിന്നെ ആർക്കിടെക്ചർ വരുന്നുണ്ട്. അതിനുശേഷം പിന്നെ വരുന്നത് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ആണ് എനിക്ക് തോന്നിയത് പഠിക്കാൻ കുറച്ച് നന്നായിരിക്കുന്നത്. പിന്നെ സിവിൽ എഞ്ചിനീയറിംഗ്, അതിൽ തന്നെ പബ്ലിക് ഹെൽത്ത് ആൻഡ് എൻവയോൺമെൻറ്റ് വരുന്നത്. പിന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് ബിഗ് ഡാറ്റ. പിന്നെ വരുന്നത് സിവിൽ എഞ്ചിനീയറിംഗ്, ഒരുപാട് പേര് എടുക്കുന്നതാണ് സിവിൽ എഞ്ചിനീയറിംഗ്. അതുപോലെ തന്നെ സൈബർ ഫോറൻസിക്സ് ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി, പിന്നെ കെമിക്കൽ എഞ്ചിനീയറിംഗ്, പിന്നെ സിവിൽ എഞ്ചിനീയറിംഗ് ആൻഡ് പ്ലാനിങ്, പിന്നെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ്. പിന്നീട് വരുന്ന ഒരു കോഴ്സ് ഏതാണെന്ന് വെച്ചാൽ സിവിൽ റൂറൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്. പിന്നീട് വരുന്ന കോഴ്സ് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്. ഈ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ബിടെക്കിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ നന്നായിരിക്കും. പിന്നെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, സിവിൽ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഈസി വരുന്നുണ്ട്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾ ടെക്നോളജി വരുന്നുണ്ട്. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് പറയുന്നത് ഫുഡ് പ്രോസസ്സിംഗ് ടെക്നോളജിയാണ്. അതുപോലെ തന്നെ ഹോട്ടൽ മാനേജ്മെൻറ്റ് കാറ്ററിംഗ് ടെക്നോളജി വരുന്നുണ്ട്. അപ്പോൾ ഈ കോഴ്സുകളൊക്കെ എവിടെ ഉള്ളത് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക. ഏതൊക്കെ കോളേജുകളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾ നോക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ എടുക്കുക. പിന്നീട് വരുന്ന ഇൻഫർമേഷൻ ടെക്നോളജിയാണ് വരുന്നത്. അപ്പോൾ കുറച്ച് റയർ ആയിട്ടുള്ള കോളേജുകളിൽ ഈ കോഴ്സുകളൊക്കെ ഒരുപാട് ദൂരെ ആയിരിക്കും ഉണ്ടായിരിക്കുമെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നീട് മൈക്രോ ഇലക്ട്രോണിക്സ് വരുന്നുണ്ട്. പിന്നീട് വരുന്നൊരു കോഴ്സ് ഏതാണെന്ന് വെച്ചാൽ പോളിമർ ടെക്നോളജി അല്ല, പ്രിൻറ്റിങ് ടെക്നോളജിയാണ് വരുന്നത്. പിന്നീട് ഒരു കോഴ്സ് പറയുന്നത് ചിലത് ഞാൻ ടിക്ക് ഇടാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ഓർമ്മിപ്പിക്കാം. പിന്നെ റിന്യൂവബിൾ എനർജി നിങ്ങൾക്ക് നല്ലൊരു കോഴ്സായിരിക്കും. അതുപോലെ തന്നെ പിന്നീട് വരുന്ന റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷനും നന്നായിരിക്കും. ടെക്സ്റ്റൈൽ ടെക്നോളജി നന്നായിരിക്കും. അപ്പോൾ ഇത്രയും കോഴ്സുകളാണ് എനിക്ക്, അതുപോലെ വുഡ് ആൻഡ് പേപ്പർ ടെക്നോളജി, ഇത്രയും കോഴ്സുകളാണ് എനിക്ക് ബെറ്റർ ആണെന്ന് തോന്നുന്നത്. ഇതിൽ തന്നെ ചില കോഴ്സുകളൊക്കെ നമുക്ക് ഗേൾസിന് എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ പ്രയാസമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഫിസിക്കലായിട്ടുള്ള വർക്കുകൾ കാര്യങ്ങൾ കുറച്ച് കൂടുതൽ വരുന്ന വർക്ക്ഷോപ്പൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ വർക്ക്ഷോപ്പിലൊക്കെ പോയിട്ട്, മീൻസ് വണ്ടിയുടെ വർക്ക്ഷോപ്പല്ല പറയുന്നത്, നമ്മൾ ഈ പോളിടെക്നിക് കോളേജുകളിൽ നിങ്ങളുടെ ഈ ഒരു ലാബുകൾ, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാക്ടിക്കൽ വർക്കുകളൊക്കെ നടക്കുന്നതിന് വർക്ക്ഷോപ്പ് എന്നാണ് പറയുക. അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് കുറച്ച് വർക്കുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഗേൾസിന് എന്താ ഫിസിക്കലായിട്ടുള്ള വർക്കുകൾ അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള വർക്കുകൾ എന്താ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ അത് പറ്റും, നിങ്ങൾക്ക് കഴിയാത്തതായിട്ടൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഫസ്റ്റ് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ, നിങ്ങൾക്ക് ഏത് കോഴ്സ് വേണമെങ്കിലും എടുക്കാം. 42 കോഴ്സിന് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റാണ്. നിങ്ങൾക്കത് പഠിക്കാൻ പറ്റും, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റാണ്. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നിയ കോഴ്സുകൾ മാത്രമാണ് ഞാൻ ഷെയർ ചെയ്തത്. എൻ്റെ ഒരു അഭിപ്രായം, നിങ്ങൾക്ക് ഏത് കോഴ്സുകൾ വേണമെങ്കിലും എടുക്കാം. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള കോഴ്സുകളെ കുറിച്ചൊക്കെ നിങ്ങൾ കാര്യമായിട്ടൊന്ന് നോക്കുക. അതിനുശേഷം നിങ്ങളിപ്പോൾ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇനി കറക്റ്റ് ചെയ്യാനുള്ള ടൈം വരുമ്പോൾ എന്ത് ചെയ്യാം, അത് കറക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ പോളിടെക്നിക്കായിട്ട് ബന്ധപ്പെട്ട മറ്റ് വീഡിയോസിന് ഇപ്പോൾ ബോയ്സിന് വേണ്ട കോഴ്സുകൾ ഏതാണെന്നുള്ള കമൻറ്റുകൾ വരും. അപ്പോൾ നമുക്ക് അതും ചെയ്യാം. അപ്പോൾ അതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്